നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ആദിത്യൻ്റെ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റമാണ്. എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്? 1201 ധനുമാസം 1-ാം തീയതി, അതായത് വൃശ്ചികമാസം 28-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ധനുമാസം 1-ാം തീയതി ഉദയാൽ പൂർവം, അതായത് 2025 ഡിസംബർ 15 കഴിഞ്ഞ് 16-ാം തീയതി പുലർച്ചെ ഉദയാത്പൂർവം 4:15 ധനുരവി സംക്രമം. ധനുമാസത്തിൽ ധാരാളം വിശേഷങ്ങളുണ്ട്, സവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം. ഇവിടെ സ്വതവേ വൃശ്ചികത്തിലെ സൂര്യൻ അത്ര ശുദ്ധനല്ല. പലപ്പോഴും സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ നടത്തി അശുഭഫലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമായിരുന്നു സൂര്യൻ. പലപ്പോഴും ശ്രദ്ധിക്കുക, വൃശ്ചികത്തിലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ധനുവിലെ സൂര്യൻ അങ്ങനെയല്ല. വ്യാഴക്ഷേത്രത്തിലെ സൂര്യന് വ്യക്തമായ ഒരു ദിശാബോധം കൊടുക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ. അവയുടെ ആശ്രയഫലം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൽപൂജ്യ, സജ്ജനങ്ങൾ തന്നെ പൂജിക്കും, ബഹുമാനിക്കും. ധനവാൻ, സാമ്പത്തികമായിട്ടും വളരെയധികം ഗുണം കൊടുക്കും ധനുവിലെ സൂര്യൻ. ധനുർധരഗതേ തീഷ്ണ ഭിഷക് കാരുക. ധനുർധരഗതേ, ധനുരാശിയിൽ വരുമ്പോൾ തീഷ്ണ, സ്വഭാവത്തിൽ തീഷ്ണത ഉണ്ടാകും. സ്വതവേ തീഷ്ണതയുള്ള രാശിയാകുന്നു ധനുരാശി. അതിനാൽ തീഷ്ണത വളരെ കൂടും. ഭിഷക്, ഒന്നുകിൽ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രവീണനാവും, അല്ലെങ്കിൽ കാരക, ശില്പിയാകും. ശില്പവേലകളിൽ വളരെയധികം എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന ടാലൻറ്റ് വളരെയധികം കൂടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. സ്വതവേ ധനുരാശിക്ക് ശില്പബുദ്ധി എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ സാങ്കേതിക മേഖലകളിൽ ശോഭിക്കും ധനുവിൽ നിൽക്കുന്ന സൂര്യനെന്ന് നിങ്ങൾ അറിയുക. നല്ലൊരു ഫലമാണ് ധനുവിൽ നിൽക്കുന്ന സൂര്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. അതിനുമുമ്പേ മനസ്സിലാക്കണം, താതസ്യാത്മപ്രഭാവ, പിതാവിൻ്റെ കാരകനാണ്. അപ്രകാരം തന്നെ വ്യക്തിത്വം, ഇതും കൂടി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ ഈ സൂര്യൻ ധനുരാശിക്കാർക്ക് നന്മകൾ പ്രദാനം ചെയ്യും. എപ്രകാരം ഓരോ രാശിക്കാർക്കും എന്ന് നമുക്ക് ചിന്തിക്കണം. അതിന് പുറമെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അടുത്ത മാസം മകരം 1-ാം തീയതി ഒരു പുത്തൻ മാസം ആരംഭിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. സൂര്യൻ ശക്തമായി വരുന്ന എല്ലാ സാന്നിധ്യവും പ്രകടിപ്പിക്കുന്ന ഒരു രാശിയാണ് ധനുരാശി എന്നറിയുക. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ സൂര്യൻ ആദിത്യൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവത്തിൽ ഒരു പാപഗ്രഹമായ സൂര്യൻ നിൽക്കുന്നത് ശുഭമാണോ? അത്ര ശുഭമല്ല. ഇവിടെ സൂര്യൻ ആരാണ്? ചിങ്ങൻ രാശിയുടെ അധിപനാണ്. രാശിയധിപൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ചില പ്രകാരത്തിൽ ഇത് വളരെ നന്മകളെ പ്രദാനം ചെയ്യും. പഠന വിഷയത്തിലൊക്കെ വളരെ നല്ലതാണ്. പഠിക്കുവാൻ പുറപ്പെടുന്ന ആളുകൾ, അപ്രകാരം തന്നെ ജോലിയിൽ തന്നെ സൂക്ഷ്മമായ ബുദ്ധി മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ, കൺസൾട്ടൻസി വിഷയങ്ങൾക്കൊക്കെ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ലഗ്നാധിപനായ, രാശ്യധിപനായ സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് നാശം പറയാൻ പാടില്ല. അവിടെ വ്യാഴദൃഷ്ടിയുണ്ട്. അതിനാൽ ക്യാരിങ്ങിനൊക്കെ നല്ലതാണ്. പക്ഷേ എബോർഷനാകാതെ നോക്കണം. 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അസുതോ ധനവർജിത സ്ത്രീകോണ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. അസുത, സന്താന വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ധനവർജിത, ധനം കൈവിട്ട് പോവുക എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: സുതസ്ഥാനകയെ പൂർവ്വജാപത്യതാപി. 5-ൽ സൂര്യൻ വരുമ്പോൾ ആദ്യ സന്താനവുമായി ബന്ധപ്പെടുന്ന താപങ്ങൾ ഉണ്ടാകും. അതിനാൽ ഗർഭിണികളാണെങ്കിൽ, പ്രസവം ധരിക്കുന്ന സമയത്താണെങ്കിൽ ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും, വളരെ ബുദ്ധിമുട്ടുകൾ വരും. അല്ലെങ്കിൽ ചെറിയ മക്കളുള്ള സ്ത്രീകൾ, വളരെയധികം മക്കൾക്ക് രോഗാദി അരിഷ്ടതകൾ വരും. നിർബന്ധമായും 11 വയസ്സിന് താഴെയുള്ള മക്കളാണെങ്കിൽ ആൺ പെൺ ഭേദമന്യേ കർഗഹോമം ചെയ്യണം, നിർബന്ധമായും അവരുടെ നക്ഷത്രത്തിൽ ചിങ്ങൻ രാശിക്കാർ. അതാണ് സുതസ്ഥാനകയെ പൂർവ്വജാപത്യതാപി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യ സന്താനം കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരിക. കുശാഗ്രീയ ബുദ്ധി രഥവും മന്ത്രവിദ്യ. തനിക്ക് അങ്ങേയറ്റം ബുദ്ധി പ്രദാനം ചെയ്യും. തനിക്ക് മാന്ത്രികമായ വിഷയങ്ങൾ പഠിക്കേണ്ടവർക്ക് അത് പഠിക്കാം. അതിനാൽ പൂജാതി, ജ്യോതിഷാദി വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഈ ഒരു 5-ലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. രഥോ വഞ്ചനെ സഞ്ചയെ പ്രമാദി. മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട് തനിക്ക് ധാരാളം കാശുണ്ടാക്കാനുള്ള അവസരം വരും. അതിനാൽ അന്യനെ തൻ്റെ സൂക്ഷ്മമായ ബുദ്ധിയിലൂടെ ഉപദേശിച്ച് പറ്റിച്ച് തനിക്ക് കാശുണ്ടാക്കാം. പലപ്പോഴും സർക്കാരിനെ പറ്റിക്കാം,
കണക്കുകളിൽ കൃത്രിമത്വം വരുത്തുക, എന്നിട്ട് താൻ തൻ്റെ വലിയ കാശ് സഞ്ചയം ചെയ്യുക, അത് കൂട്ടിവെക്കുക. പ്രമാദി അഹങ്കാരം വളരെയധികം പ്രകടിപ്പിക്കും. മൃതി ക്രോഡരോഗാതിജ ഭാവനീയ, ഉദരരോഗം കൊണ്ട് മരണം വരെ പറഞ്ഞിരിക്കുന്നു. അതിനാൽ 5-ാം ഭാവത്തിൽ സൂര്യൻ വീഴുമ്പോൾ അപ്പൻഡിക്സ് ശ്രദ്ധിക്കണം, അൾസർ ശ്രദ്ധിക്കണം, ഉദര സംബന്ധമായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നീട് അസ്ഥികാരകനാണ് സൂര്യൻ, അതിനാൽ പാദങ്ങൾക്ക് വൈകല്യമില്ലാത്തത് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന വിഷയവും ശ്രദ്ധിക്കണം. ചെവിക്കുണ്ടാകുന്ന രോഗങ്ങളെയും ശ്രദ്ധിക്കണം. ഇവിടെ സൂര്യൻ മന്ത്രപതിയാണ്. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കണം. മറ്റൊന്ന് ഇതേ സൂര്യനെ കൊണ്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക, കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കണം. ചിങ്ങം രാശിക്കാർ നന്ദി നമസ്തേ.